ഹായ് അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വാഞ്ചോ പുഡിംഗ് ആണ്. വാഞ്ചോ കേക്ക് പോലെ തന്നെ നല്ല ടേസ്റ്റിയായ പുഡിംഗ് ആണിത്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടി. നല്ല ടേസ്റ്റിയായ പുഡിംഗ് ആണിത്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഉണ്ടാക്കാൻ വേണ്ടി ചൈന ഗ്രാസ് ആണ് എടുത്തിരിക്കുന്നത്. 1/2 ലിറ്റർ പാലിന് ഇവിടെ 8 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇത് വീട്ടിലാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ കഴിക്കാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 8 ഗ്രാം മതി 1/2 ലിറ്റർ പാലിന്. ഇത് പുറത്ത് കൊണ്ടുപോകുന്ന ഗസ്റ്റിന് പിന്നെ ബന്ധുവീട്ടിലെല്ലാം കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഒരു 10 ഗ്രാം എടുത്തോളൂ. അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ച് മെൽട്ടായി പോകും, അതുകൊണ്ട് 10 ഗ്രാം എടുത്തോളൂ. അല്ലെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സൽക്കാരത്തിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. വീട്ടിലെ ആവശ്യത്തിനാണെങ്കിൽ 8 ഗ്രാം മതി. ഇതൊരു 1/2 കപ്പ് വെള്ളത്തിലേക്ക് കുതിർത്തി വെക്കാം. കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10-15 മിനിറ്റ് ഇതേപോലെ തന്നെ കുതിർത്തി വെക്കാം. ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മെൽട്ടാക്കി എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പുഡിങ്ങിൻ്റെ മിക്സിൽ തന്നെ മെൽട്ടാക്കി എടുത്താൽ മതി. ഞാൻ മുമ്പ് ഒരു റെഡ്ബി പുഡിങ്ങിൻ്റെ വീഡിയോ ഇട്ടിന്. ആ വീഡിയോയിൽ അതിൽ തന്നെയാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെയും ചെയ്യാം. ഞാൻ ഇവിടെ തീ ഓൺ ചെയ്തിട്ടില്ല. ഒരു ഗ്യാസിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ലിറ്റർ പാൽ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. 1/2 ടീൻ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. 1/2 ടീൻ മിൽക്ക് മെയ്ഡും ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പുഡിങ് നല്ല മധുരം വേണം, നല്ല ടേസ്റ്റ് ഉണ്ടാകും. അതുകൊണ്ടാണ് 1/2 ടീൻ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങൾ മധുരത്തിനനുസരിച്ച് എല്ലാം ചേർത്താൽ മതി. മിൽക്ക് മെയ്ഡും പഞ്ചസാരയും ഞാൻ ഇവിടെ 3 ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. വളരെ കുറച്ച് മാത്രമേ പഞ്ചസാര ചേർക്കുന്നുള്ളൂ. മിൽക്ക് മെയ്ഡാണ് കൂടുതലായി ചേർത്തത്. നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തീ ഓൺ ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുക്കുക. ആ ടൈം കൊണ്ട് തന്നെ ഇപ്പോഴത്തെ അടുപ്പിലേക്ക് ഞാൻ ചൈന ഗ്രാസ് മെൽട്ടാക്കാൻ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഈ വെള്ളത്തോടെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. പുഡിങ് മിക്സിലേക്ക് ഇട്ട് കൊടുത്താൽ മതി, പെട്ടെന്ന് മെൽട്ടായി കിട്ടും. ഞാൻ ഇവിടെ സെപ്പറേറ്റ് ആണ് ഇന്ന് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് തന്നെയാണ് ഇട്ട് കൊടുക്കൽ. ചൈന ഗ്രാസ് നന്നായി മെൽട്ടായിട്ടുണ്ട്. ഇനി ഇത് പാൽ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് പാൽ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിക്കുന്നിടത്ത് തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇത് തിളച്ചതിന് ശേഷം ഇത് സെപ്പറേറ്റ് ഉരുക്കിയത് കൊണ്ട് ഒരുപാട് നേരം തിളക്കേണ്ട, ഒന്ന് മിക്സ് ആയാൽ മതി. ഇനി തീ ഓഫ് ചെയ്യാം. ഇന്ന് തിളച്ചിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു 50 ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്, ഡാർക്ക് ചോക്ലേറ്റ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പകുതി വനില മിക്സിൻ്റെ പുഡിംഗ് മിക്സിൻ്റെ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ആക്കുക. ചോക്ലേറ്റ് ഒന്ന് മെൽട്ടാവണം. ഇത് ഗ്രേറ്റ് ചെയ്തിട്ടാൽ പെട്ടെന്ന് മെൽട്ടായി കിട്ടും. നന്നായി ഒന്ന് മെൽട്ടായിട്ടുണ്ട്. ചോക്ലേറ്റ് എല്ലാം നന്നായി മെൽട്ടായിട്ടുണ്ട്. കണ്ടില്ലേ, കഷ്ണം പീസേ ഉള്ളൂ. ഇനി ഈ ചൂടോടെ തന്നെ മെൽട്ടാകും. പകുതി ഒഴിച്ചു കൊടുത്തിട്ടില്ല, ഇത്രയും മതി. ഇനി സെറ്റ് ചെയ്യാൻ വെക്കുന്ന പുഡിംഗ് ട്രേയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്, അതിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് തണുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. 10 മിനിറ്റ് വെച്ചാൽ തന്നെ സെറ്റാകും. അപ്പോഴത്തേക്കും ഈ വനില മിക്സ് കട്ടിയായിനെങ്കിൽ ഒന്ന് അടുപ്പിൽ വെച്ച് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചൊന്ന് മെൽട്ടാക്കി എടുത്താൽ മതി. ചെറിയ ചൂട് തന്നെ വേണം. ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കായിട്ടുണ്ട്. കണ്ടില്ലേ, കൈക്കൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. ചെറുതായി ഒന്ന് സെറ്റായാൽ മതി. ഒരുപാട് നേരം സെറ്റാക്കരുത്.
ഇത് കട്ട് ചെയ്യുമ്പോൾ ലെയർ വേറെ മാറും. ഒരുപാട് നേരം സെറ്റ് ചെയ്യാൻ ഇത് കണ്ടില്ലേ, ചെറുതായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ചൂടാറിയിട്ടുണ്ട്. ഇത് കട്ടയൊന്നും പിടിച്ചിട്ടില്ല. ഇത് ഇളക്കി കൊടുത്തോണ്ട് നിന്നാൽ മതി, കട്ടയൊന്നും പിടിക്കില്ല. ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂണിൻ്റെ ബേക്ക് സൈഡ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇതേപോലെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. അവിടെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതും ഇനി ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും കറക്റ്റ് സെറ്റാകും. ഒരുപാട് നേരം ഫസ്റ്റ് ലെയർ ഒഴിച്ചതിന് ശേഷം ഒരുപാട് നേരം സെറ്റാകാൻ വെക്കരുത്. സെറ്റായാൽ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ലെയറായിട്ട് സെപ്പറേറ്റ് ആയിട്ട് പോകും. ഇത് ഒരേ ലെയർ തന്നെ കിട്ടണം. അതുകൊണ്ടാണ് പിന്നെ ഒരുപാട് നേരം വെക്കരുതെന്ന് പറയുന്നത്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കണം. വാൻചോ പുഡിംഗ് അല്ലേ, അതുകൊണ്ട് ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കണം. ചോക്ലേറ്റ് ഗനാഷിൻ്റെ വീഡിയോ ഞാൻ മുഴുവനായിട്ട് കാണിക്കുന്നില്ല. ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കാം. എൻ്റെ പുഡിംഗ് ട്രേ ചെറുതായത് കൊണ്ട് തന്നെ ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. 50 ഗ്രാം ചോക്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പാക്കറ്റ്, ചെറിയ പാക്കറ്റ് ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. 125 മില്ലിയുടെ ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത്, ഒരു പാക്കറ്റ്, ചെറിയ പാക്കറ്റ്. അതിലേക്ക് 50 ഗ്രാം ചോക്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്തിട്ടുണ്ട്. ഇതിന് കുറച്ച് ഞാൻ ഇവിടെ മാറ്റി വെക്കും, ഡാർക്ക് ചോക്ലേറ്റ് ഇടാൻ വേണ്ടി, ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി. സെപ്പറേറ്റ് ഗനാഷ് ഉണ്ടാക്കുന്നില്ല. ഇതിൽ വൈറ്റ് ചോക്ലേറ്റ് ഇട്ടിട്ടില്ല, ഇത് ചെറിയ ചൂടുണ്ട്. ഇനി വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇതിൽ നിന്ന് കുറച്ച് മാറ്റിയതിന് ശേഷം വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇത്രയും മാറ്റിയിട്ടുള്ളൂ, ഇത്രയും മതി, ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇത്ര മതി. ഇതിലേക്ക് ഇനി ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇത് ഈ ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വൈറ്റ് ചോക്ലേറ്റും ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് ഈ ചൂടിൽ തന്നെ വെച്ച് മെൽട്ടായിക്കോളും. കണ്ടില്ലേ, വൈറ്റ് ചോക്ലേറ്റ് മെൽട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ്. കേക്കിൻ്റെ അത്രയും വേണ്ട, കുറച്ച് മതി. പുഡിങ്ങിൻ്റെ മേലെ ആയതുകൊണ്ട് കുറച്ച് മതി. വലിയ ട്രേ ആണെങ്കിൽ കുറച്ചധികം എടുത്തോളൂ. സെക്കൻഡ് ഇയർ നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തൊന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ മതി. സെറ്റാകാൻ മുമ്പേ ഒഴിക്കരുത്. എല്ലായിടത്തും സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഡാർക്ക് ചോക്ലേറ്റ് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. ഇതെനിക്ക് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് പൈപ്പിംഗ് ബാഗിലാക്കിയത്. അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് തന്നെ ഇങ്ങനെ റെഡ് ബിക്ക് പുഡിങ് പോലെ ഉണ്ടാക്കിയ പോലെ തന്നെ ഉണ്ടാക്കുക, എളുപ്പം വയ്ക്ക് വേണ്ടിയിട്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നിങ്ങളെ ഇഷ്ടാനുസരണം ഡിസൈൻ ചെയ്ത് കൊടുക്കാം. വീട്ടിലുള്ള ആവശ്യത്തിന് വേണമെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല.
അതിനുശേഷം ഈ ഭാഗത്ത് നിന്ന് ഒന്ന് സ്ക്വയർ കൊണ്ട് ഒന്ന് വലിച്ചെടുത്താൽ മതി. ഈ ഭാഗത്തുനിന്ന് ഒന്ന് വലിച്ചെടുക്കാം. ഞാൻ ഇവിടെ എല്ലാം ഡെക്കറേറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ, മാക്സിമം 1.5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുത്തതിന് ശേഷം മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. നന്നായി തണുത്ത പുഡിങ് നന്നായി തണുത്തതിന് ശേഷം മാത്രം കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൻ്റെ താഴത്താണ് വെക്കേണ്ടത്, മുകളിലല്ല വെക്കേണ്ടത്. കണ്ടില്ലേ? അങ്ങനെ നമ്മുടെ വാഞ്ചോ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റു റെസിപ്പീസുമായി വരുന്നവരെ ബായ്.